Dear students, welcome to Learner's World. In this video, I'm going to talk about an essay, Optimism, an essay by Helen Keller, FIUGP AEC English Language Skill for Humanities and Other BA program, first semester at Calcutta University. Helen Keller was an American author, disability rights advocate, political activist, and lecturer. She lost both her sight and hearing at 19 months old due to an illness. ഹെലൻ കെല്ലർ ഒരു അമേരിക്കൻ ഓതറാണ്, ഡിസബിലിറ്റി റൈറ്റ്സ് അഡ്വക്കേറ്റ് ആണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്, അതുപോലെ ലെക്ചററാണ്. 19 months ഓൾഡായ സമയത്ത് ഒരു രോഗം ബാധിച്ച് അവരുടെ ഹിയറിംഗ് ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിഫോർ മീറ്റിംഗ് ഹർ ഫസ്റ്റ് ടീച്ചർ ആൻഡ് ലൈഫ് ലോങ് കമ്പാനിയൻ ആനി സലിവൻ അറ്റ് ഏജ് ഓഫ് 7, കില്ലർ പ്രൈമർലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ സയൻസ്. അറ്റ് ദ ഏജ് ഓഫ് 7 അവരുടെ ടീച്ചർ ആൻഡ് കമ്പാനിയനായിട്ടുള്ള ആനി സലിവനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഹെലൻ കെല്ലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് സയൻസിലൂടെയായിരുന്നു എന്നാണ് പറയുന്നത്. She was the first deaf and blind individual in the United States to learn a Bachelor of Arts degree from Radcliffe College, Harvard University. ഹെലൻ കെല്ലർ ആയിരുന്നു ആദ്യത്തെ ഡഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി ലേൺ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇൻഡിവിജ്വലായിരുന്നു ഹെലൻ കെല്ലർ from Radcliffe College, Harvard University. Her autobiography, The Story of My Life, it published in 1903. Optimism, an essay published in 1903, Helen Keller discusses her positive outlook on life. In this work, Helen Keller, who overcome personal challenges as a deaf and blind individual, explores the nature of optimism and its significance in human life. Optimism, an essay എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1903 ഇതിൽ ഹെലൻ കെല്ലർ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഹെലൻ കെല്ലർ ഇതിൽ പറയുന്നുണ്ട് തൻ്റെ പേഴ്സണൽ ചലഞ്ചസ് ആയിട്ടുള്ള ഡഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിരുന്നു ഹെലൻ കെല്ലർ. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒപ്റ്റിമിസം നേച്ചറിനെ കുറിച്ചിട്ട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമിസം മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ എസ്സേ ആർട്ടിക്കുലേറ്റ്സ് കില്ലേഴ്സ് ബിലീഫ് ദാറ്റ് ഒപ്റ്റിമിസം ഈസ് എസെൻഷ്യൽ ഫോർ ഹാപ്പിനെസ് ആൻഡ് അച്ചീവ്മെൻറ്റ്, എംഫസൈസിങ് ഇറ്റ്സ് റോൾ ഇൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സൊസൈറ്റിയൽ പ്രോഗ്രസ്. അതുപോലെ ഈ ഒരു എസ്സേയിൽ പറയുന്നത്, എസ്സേയിൽ ഹെലൻ കെല്ലർ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് അച്ചീവ്മെൻറ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സൊസൈറ്റിയൽ പ്രോഗ്രസ്സിന്, അതുപോലെ ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് ഈ ഒരു ഒപ്റ്റിമിസം. ദിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഈ ദ ഒപ്റ്റിമിസം ആൻഡ് എസ്സേ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമിസം വിത്തിൻ ആൻഡ് ഒപ്റ്റിമിസം വിത്തൗട്ട് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിമിസം. നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് 1 ഒപ്റ്റിമിസം വിത്തിൻ ആണ്. In the first part, Optimism Within, Keller reflects on her personal journey from darkness and despair to a life filled with hope and joy, underscoring that true optimism arises from an understanding of both good and evil. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഒപ്റ്റിമിസം വിത്തിൻ, അതായത് ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലാണ്. ഒപ്റ്റിമിസം വിത്തിൻ ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഹെലൻ കെല്ലർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ജേണിയാണ്. അതായത് ഡാർക്ക്നെസ്സും ഡെസ്പയറും നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഹോപ്പ് ആൻഡ് ജോയിലേക്കുള്ള ഒരു പേഴ്സണൽ ജേണിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആസ് എ ഡഫ് ആൻഡ് ബ്ലൈൻഡ് ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് ഒരുപാട് ലൈഫിൽ ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് ഹെലൻ കെല്ലർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള ഡെസ്പയർ എന്ന് പറഞ്ഞൊരു ലൈഫായിരുന്നു. അതിൽ നിന്ന് സന്തോഷവും അതുപോലെ ജോയും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈഫിലേക്കുള്ള ഒരു ജേണിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഒപ്റ്റിമിസമാണ്. അണ്ടർസ്കോറിങ് ദാറ്റ് ട്രൂ ഒപ്റ്റിമിസം അറൈസസ് ഫ്രം ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. അതുപോലെ ഇതിൽ ഹെലൻ കെല്ലർ പറയുന്നുണ്ട് ഒപ്റ്റിമിസം വരുന്നത്, അതായത് നമ്മൾ ഗുഡ്
ആൻഡ് ഈവിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒപ്റ്റിമിസം അറൈസ് ചെയ്യുന്നത്, ഒപ്റ്റിമിസം വരുന്നത് എന്നാണ് പറയുന്നത്. ഹെലൻ കെല്ലർ ബിഗിൻസ് ബൈ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒപ്റ്റിമിസം ഇൻ അവർ ലിവ്സ്. ഹെലൻ കെല്ലർ ഈ ഒരു പാർട്ട് ബിഗിൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എംഫസൈസ് ചെയ്തുകൊണ്ടാണ്. അക്കോർഡിംഗ് ടു ഹെലൻ കെല്ലർ, ഒപ്റ്റിമിസം ഈസ് എ മെൻ്റൽ സ്റ്റേറ്റ്, എ ചോയ്സ് റാദർ ദാൻ ജസ്റ്റ് എ റിയാക്ഷൻ ടു സർക്കംസ്റ്റാൻസസ്, ആൻഡ് ഒപ്റ്റിമിസം ബിക്കെയിം എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഐഡൻറ്റിറ്റി. ഹെലൻ കെല്ലറിൻ്റെ അഭിപ്രായത്തിൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്, അതൊരു മെൻ്റൽ കണ്ടീഷനാണ്, അതൊരു ചോയ്സാണ്, ഒരു വ്യക്തിയുടെ ഒരു ചോയ്സാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സാഹചര്യത്തിൽ റിയാക്ട് ചെയ്യുന്നതല്ല ഒപ്റ്റിമിസം. അതുപോലെ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരാളുടെ സ്ട്രെങ്ത് ആൻഡ് ഐഡൻറ്റിറ്റിൻ്റെ ഒരു സോഴ്സാണ് ഒപ്റ്റിമിസം. ഷീ ബിലീവ്സ് ദാറ്റ് ഒപ്റ്റിമിസം ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് ബട്ട് എ വേ ഓഫ് ലൈഫ് ദാറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആൻഡ് ഡെവലപ്ഡ്. അതുപോലെ ഹെലൻ കെല്ലർ ബിലീവ് ചെയ്യുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് എ ഫീലിംഗ്, നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്, അതായത് ഒരു ഫീലിംഗ് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിത രീതിയാണ്, വേ ഓഫ് ലൈഫാണ്. അത് കൾട്ടിവേറ്റഡ് ആണ്, അതുപോലെ ഡെവലപ്ഡ് ആണ്, ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. കെല്ലർ ആർഗ്യൂസ് ദാറ്റ് ഒപ്റ്റിമിസം ഈസ് നോട്ട് ജസ്റ്റ് about being cheerful and happy, but about having a deep faith in the goodness of life and the universe. അതുപോലെ ഹെലൻ കെല്ലർ ആർഗ്യൂ ചെയ്യണം, ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരാൾ സന്തോഷമായിട്ടിരിക്കുക, ചിയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതല്ല, പക്ഷേ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരാളുടെ ഫെയ്ത്താണ്, ഒരു ഡീപ്പ് ഫെയ്ത്താണ്, ആഴത്തിലുള്ള ഒരു വിശ്വാസമാണ്. അതായത് ജീവിതത്തിൻ്റെ ഗുഡ്നെസ്സിനെ കുറിച്ചിട്ട്, യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ ഗുഡ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഫെയ്ത്ത്, ഡീപ്പ് ഫെയ്ത്ത്, ഒരു ആഴത്തിലുള്ള ഒരു വിശ്വാസമാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. കെല്ലർ റിഫ്ലെക്ട്സ് ഓൺ ഹെർ ഓൺ ലൈഫ് ആൻഡ് ഹൗ ഷീ ഡെവലപ്ഡ് ഒപ്റ്റിമിസം ഡെസ്പൈറ്റ് ബീയിങ് ബോൺ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. അതുപോലെ ഹെലൻ കെല്ലർ തൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെലൻ കെല്ലർ ഒപ്റ്റിമിസം ഡെവലപ്പ് ചെയ്തത്? ഒരു ബ്ലൈൻഡ് ആൻഡ് ഡഫായിട്ടുള്ള ഒരു പേഴ്സണാണ്, എന്നിട്ട് കൂടി അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ചലഞ്ചസ് ഓവർകം ചെയ്ത് എങ്ങനെയാണ് ഒപ്റ്റിമിസം ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഷീ വ്യൂഡ് ഹെർ ഡിസബിലിറ്റീസ് ആസ് എ പാർട്ട് ഓഫ് ഇന്നർ സ്ട്രെങ്ത്. ഹെലൻ കെല്ലർ തൻ്റെ ഡിസബിലിറ്റീസ്, തൻ്റെ വൈകല്യങ്ങൾ ആസ് എ ഡഫ് ആൻഡ് ബ്ലൈൻഡ്, ആ ഒരു ഡിസബിലിറ്റീസ് ഒരു ഇന്നർ സ്ട്രെങ്ത്തിനുള്ള, തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തിൻ്റെ ഒരു പാതയായിട്ടാണ് ഈ ഒരു ഡിസബിലിറ്റീസിനെ കാണുന്നത്. ഹെർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡഫ്നെസ് ടോട്ട് ഹെർ എൻഡ്യൂറൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫെയ്ത്ത്. അവരുടെ ആ ഒരു ബ്ലൈൻഡ്നെസ്സും ഡഫ്നെസ്സും അവരെ പഠിപ്പിച്ചത് എൻഡ്യൂറൻസ് ആണ്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫെയ്ത്ത്. ഷി ക്രെഡിറ്റ്സ് ഹെർ ടീച്ചർ ആനി സലിവൻ വിത്ത് ടീച്ചിങ് ഹെർ ടു ബി ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ടു ബിലീവ് ഇൻ ഹെർ സെൽഫ്. അതുപോലെ അവരുടെ ടീച്ചർക്ക് ഒരു ക്രെഡിറ്റ് നൽകുകയാണ്. ആനി സലിവനാണ് ഹെലൻ കെല്ലറിനെ ഓപ്റ്റിമിസ്റ്റിക് ആവാൻ പഠിപ്പിച്ചത്. അതുപോലെ അവരിൽ ബിലീവ് ഇൻ ഹെർ സെൽഫ്, അവളിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചതൊക്കെ അവരുടെ ടീച്ചറായിട്ടുള്ള ആനി സലിവനാണ്. സപ്പോർട്ട് ഫ്രം അതേഴ്സ്, എസ്പെഷ്യലി ആനി സലിവൻ വാസ് എ കീ ടു കെല്ലേഴ്സ് ഓപ്റ്റിമിസം. അതായത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് നമ്മളൊരു ഓപ്റ്റിമിസ്റ്റിക് ആവാൻ നമ്മൾ പ്രാപ്തനാക്കും. എസ്പെഷ്യലി ആനി സലിവൻ. ഹെലൻ കെല്ലറുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ടീച്ചർ ആൻഡ് കമ്പാനിയൻ ആയിട്ടുള്ള ആനി സലിവനാണ് അവരുടെ സപ്പോർട്ടർ എന്ന് പറയുന്നത്. അത് കെല്ലറിനെ ഓപ്റ്റിമിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഹിൻ്റാണെന്നാണ് പറയുന്നത്. She remembers how Sullivan would take her on long walks and teach her about the world through touch and sensation. അപ്പോൾ ഹെലൻ കെല്ലർ റിമെമ്പർ ചെയ്യണം, ഓർമ്മിച്ചെടുക്കുകയാണ് എങ്ങനെയാണ് സലീവൻ എന്നിലൊരു ഞാനൊരു ഓപ്റ്റിമിസ്റ്റിക് ആക്കിയത് എങ്ങനെയാണ്. അവർ എന്നെയും ചേർത്ത് ലോങ് വാക്കിന് പോകും, എന്നിട്ട് എന്നെ പഠിപ്പിക്കും എങ്ങനെ ലോകത്തെ ടച്ച് ആൻഡ് സെൻസേഷനിലൂടെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ അറിയാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിപ്പിക്കും. ദീസ് എക്സ്പീരിയൻസസ് ഹെൽപ്ഡ് കെല്ലർ ഡെവലപ്പ് എ സെൻസ് ഓഫ് വണ്ടർ അബൌട്ട് വേൾഡ് ആൻഡ് ടു സീ ദ ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഇൻ എവരിത്തിങ്. ഈ ഒരു എക്സ്പീരിയൻസസ് കെല്ലറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തെക്കുറിച്ചിട്ട്, ലോകത്തിൻ്റെ ആ ഒരു വണ്ടറിന്, ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ആ ഒരു കാഴ്ചനെ കുറിച്ചിട്ട്
കുറിച്ചിട്ട് തൻ്റെ ടച്ചിലൂടെയും സെൻസേഷനിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആൻഡ് ടു സീ ദ ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഇൻ എവരിത്തിങ്, എല്ലാ കാര്യത്തിലും ബ്യൂട്ടി, ഗുഡ്നെസ് ഇതൊക്കെ കണ്ടെത്താനൊക്കെ ഈ ഒരു എക്സ്പീരിയൻസസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. According to Helen Keller, true happiness comes from the mind and spirit, not sensory or material gain. True happiness lies within our hearts and not in outward things. ഹെലൻ കെല്ലറിൻ്റെ അഭിപ്രായത്തിൽ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ ഒരു സെൻസറി ഓർ മെറ്റീരിയൽ ഗെയിൻ, ഔട്ട്വാർഡ് തിങ്സിൽ നിന്നല്ല ഇതൊന്നും വരുന്നത്. ട്രൂ ഹാപ്പിനെസ് ലൈസ് വിത്തിൻ അവർ ഹാർട്ട്സ് ആൻഡ് നോട്ട് ഇൻ ഔട്ട്വാർഡ് തിങ്സ്. അതായത് അവർ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്, ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് ട്രൂ ഹാപ്പിനെസ്, അല്ലാതെ ഔട്ട്വാർഡ് തിങ്സിൽ, പുറമേയുള്ള മെറ്റീരിയൽ തിങ്സിലല്ല ഹാപ്പിനെസ്. കെല്ലർ സീസ് ഓപ്റ്റിമിസം ആസ് എ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ട്രാൻസ്ഫോം സഫറിങ് ഇൻ ടു റെസിലിയൻസ്. അതുപോലെ കെല്ലർ ഒപ്റ്റിമിസത്തിനെ കാണുന്നത് ഒരു ഫോഴ്സ് ആയിട്ടാണ്. അതായത് നമ്മുടെ സഫറിങ്സ്, നമ്മുടെ ദുഃഖങ്ങളെ ഒരു റെസിലിയൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അത് റെസിലിയൻസ് മീൻസ് ഒരു ചെറുത്തുനിൽപ്പായിട്ട് നമ്മളുടെ പ്രോബ്ലംസിനെ ചലഞ്ചസ് ഓവർകം ചെയ്യാനുള്ള ഒരു റെസിലിയൻസ് ആയിട്ടാണ് ഒപ്റ്റിമിസത്തെ കാണുന്നത്. കെല്ലേഴ്സ് ഒപ്റ്റിമിസം വാസ് റൂട്ടഡ് ഇൻ ഹെർ ഇന്നർ ബിലീഫ്സ് നോട്ട് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ കെല്ലറുടെ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് അവരുടെ ഇന്നർ ബിലീഫ്, ഉള്ളിലുള്ള വിശ്വാസങ്ങളിലാണ് ഈ ഒരു ഒപ്റ്റിമിസം ഉള്ളത്, അല്ലാതെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസിലല്ല, പുറമേയുള്ള സാഹചര്യം, കണ്ടീഷനിലല്ല. ഷീ ബിലീവ്സ് ദാറ്റ് വി മസ്റ്റ് ലേൺ ടു കൺട്രോൾ അവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ടു ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതുപോലെ ഹെലൻ കെല്ലർ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സിനെ, നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഉള്ള പോസിറ്റീവ് ആസ്പെക്ട്സിനെ, പോസിറ്റീവായിട്ടുള്ള തലങ്ങളെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. Helen Keller argues that we must also learn to accept and adapt to the challenges and difficulties of life rather than resisting against them. അതുപോലെ ഹെലൻ കെല്ലർ നമ്മളോട് ആർഗ്യൂ ചെയ്യാണ്, നമ്മൾ നിർബന്ധമായിട്ടും ലേൺ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ അതിനെതിരെ റെസിസ്റ്റ് ചെയ്യുക, അതായത് അതിനെതിരെ ചെറുത്ത് നിൽക്കുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ. Keller shares stories of people who overcome incredible challenges and difficulties through their optimism and determination. അതുപോലെ ഈ ഒരു പാട്ടിൽ ഒപ്റ്റിമിസം അനേസ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാട്ട്, ഒപ്റ്റിമിസം വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ടിൽ ഹെലൻ കെല്ലർ ഒരുപാട് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ട്, ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ട്. ഒപ്റ്റിമിസത്തിലൂടെ, ഡിറ്റർമിനേഷനിലൂടെ എങ്ങനെ അത് ഓവർകം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഷി ബിലീവ്സ് ദാറ്റ് വി മസ്റ്റ് ലേൺ ടു അപ്രീഷിയേറ്റ് ഈച്ച്, ബി താങ്ക്ഫുൾ ഫോർ ദ ഗുഡ് തിങ്സ് ഇൻ അവർ ലൈവ്സ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ്. അതുപോലെ ഹെലൻ കെല്ലർ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവ് ഫോക്കസ് ചെയ്യാതെ, നമ്മളെ ജീവിതത്തിൽ നെഗറ്റീവ് ഫോക്കസ് ചെയ്യാതെ വി മസ്റ്റ് ലേൺ ടു അപ്രീഷിയേറ്റ്. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ആ നല്ല കാര്യങ്ങളെ താങ്ക്ഫുൾ ആവാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മളുടെ ലൈഫിലുള്ള നെഗറ്റീവ്സിനെ ഫോക്കസ് ചെയ്യാതെ. അതാണ് ഹെലൻ കെല്ലർ ബിലീവ് ചെയ്യുന്നത്. ഓക്കെ.